പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ഇന്ന് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന തിരുവചനം ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 19-ാം വാക്യമാണ്. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ അതിശക്തമായ വചനം വലിയ വാഗ്ദാനമാണ്. നമുക്ക് വളരെ ധൈര്യം നൽകുന്നതും സംരക്ഷണം നൽകുന്നതുമാണ്. ഇത് യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ഈ സംരക്ഷണം ലഭിക്കുന്നത്. പ്രത്യേകിച്ച് സുവിശേഷ വേല, മിഷൻ ചെയ്യുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന വലിയ വാഗ്ദാനമാണ്. നമുക്ക് ഈ അധ്യായം ധ്യാനിക്കാം. ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും 72 പേര് സുവിശേഷ വേലയ്ക്ക് പോയി തിരിച്ചു വന്ന് കർത്താവിനോട് വിശേഷങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ യേശുവിനോട് ഇങ്ങനെ പറയുകയാണ്: കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. ആ സമയത്ത് യേശു അവരോട് പറയുന്ന വചനമാണിത്. അതിനുശേഷം യേശു അവരോട് പറയുന്നത് ഇങ്ങനെയാണ്: എന്നാൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ നമുക്ക് ആഗ്രഹിക്കാം. നമുക്ക് സാധിക്കുന്ന രീതിയിൽ സുവിശേഷ വേല അല്ലെങ്കിൽ മിഷൻ ചെയ്യുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. മത്തായി 6:33 ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ലഭിക്കും എന്ന വലിയൊരു വാഗ്ദാനം നമുക്ക് ഓർക്കാം. സുവിശേഷ വേല ചെയ്യണമെങ്കിൽ ആദ്യം ദൈവവചനം വായിച്ച് മനസ്സിലാക്കണം, ധ്യാനിക്കണം. അതിനായിട്ട് നമുക്കിന്നൊരു തീരുമാനമെടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ആമേൻ.